ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ദുൽഖറിന്റെ നിർമ്മാണ കമ്പനി ഇതുവരെ നിർമ്മിച്ച സിനിമകളിൽ ഏറ്റവും ചെലവേറിയ സിനിമയാണല്ലോ ഐ ആം ഗെയിം. നഹാസ് ഇദീത്തിന്റെ സംവിധാനത്തിൽ ദുൽഖർ, ആന്റണി വർഗീസ്, പെപ്പെ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ ഹൈദരാബാദിൽ ഷൂട്ട് നടക്കുന്ന സിനിമയുടെ ഹൈദരാബാദ് ഷെഡ്യൂള് ഈ വരുന്ന തിങ്കളാഴ്ചയോടെ പൂർത്തീകരിക്കുമെന്നും ശേഷം സിനിമയുടെ 3ാം ഘട്ട ഷെഡ്യൂള് വരുന്ന ഓഗസ്റ്റ് 1-ാം തീയതി കൊച്ചിയിൽ ആരംഭിക്കാനായിട്ടാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. ആ കൊച്ചി ഷെഡ്യൂൾ മുതലായിരിക്കും ദുൽഖർ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുക. ഇതുവരെ ദുൽഖർ സിനിമയിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ല. ഇതിനിടയിൽ ട്രിവാൻഡ്രത്ത് മഴ മൂലം നിർത്തിവെക്കപ്പെട്ട ഷെഡ്യൂൾ ഒരുപക്ഷെ ജൂലൈയിൽ നടക്കാൻ സാധ്യതയുണ്ട്. സിനിമയുടെ കൊച്ചി ഷെഡ്യൂളിൽ വലിയൊരു സെറ്റെല്ലാം തന്നെ ആവശ്യമാണ്. ആ സെറ്റ് വർക്ക് ജൂലൈയിൽ മാത്രമേ ആരംഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ തിങ്കളാഴ്ച സിനിമയുടെ 2nd ഷെഡ്യൂൾ പൂർത്തിയായാലും കൊച്ചി ഷെഡ്യൂൾ ആരംഭിക്കാനായിട്ട് ഓഗസ്റ്റ് വരെ കാത്തു നിൽക്കുന്നത്. ഇതിനിടയിൽ സിനിമയ്ക്ക് 150-ലധികം ദിവസത്തെ ഷൂട്ടിംഗ് ഡേയ്സ് ആകെയുണ്ടെന്നും ഇതിൽ 100-ലധികം ദിവസങ്ങൾ ദുൽഖറിന് മാത്രം ഷൂട്ടിംഗ് ഉണ്ട് എന്നൊരു റിപ്പോർട്ട് കൂടി ഇന്നേ ദിവസം വന്നിരിക്കുകയാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ മലയാളത്തിലെ അടുത്ത വലിയ ബഡ്ജറ്റുള്ള സിനിമയായിട്ട് ഐ ആം ഗെയിം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കണ്ണപ്പ ജൂൺ 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഇന്ത്യയിലെ അടുത്ത പാനന്ത്യൻ സിനിമയാണല്ലോ. തെലുഗു പാനന്ത്യൻ സിനിമയായിട്ട് വരാനിരിക്കുന്ന ചിത്രത്തിൽ നമ്മുടെ ലാലേട്ടൻ, അക്ഷയ് കുമാർ, ഒപ്പം തന്നെ പ്രഭാസ് എല്ലാം തന്നെ ഗസ്റ്റ് കാമിയോ റോളിലെത്തുന്നു. ഇപ്പോഴത്തെ വിഷ്ണു മഞ്ജു എന്ന സിനിമയിലെ നായക നടൻ കണ്ണപ്പ സിനിമയിലെ ലാലേട്ടൻ ഡ്യൂറേഷൻ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. അത് പ്രകാരം ലാലേട്ടന് സിനിമയിൽ 18 മിനിറ്റ് റോൾ ഉണ്ട് എന്നൊരു റിപ്പോർട്ടാണ് ഇതിനോടകം തന്നെ വിഷ്ണു മഞ്ജു പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുവരെ വന്ന സിനിമയിലെ ലാലേട്ടന്റെ വീഡിയോ കണ്ടന്റ്സ് എല്ലാം തന്നെ കാണുമ്പോൾ 5 മിനിറ്റ് റോളൊക്കെ നാം പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ 18 മിനിറ്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ വേറെയും പല രംഗങ്ങൾ ലാലേട്ടൻ ഉണ്ടാകുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. കാത്തിരിക്കാം കൂടുതൽ കണ്ണപ്പ വാർത്തകൾക്ക്.